പാലക്കാട് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന് KGMOയെ പൊതുജനവികാരം മറികടക്കാൻ സർക്കാർ ബലിയാടുകളെ കണ്ടെത്തരുത്. ഉത്തരവിൽ പറഞ്ഞതുപോലെ ചികിത്സാ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായതായി ഒരു രേഖയും ലഭ്യമല്ലെന്നും ഡോക്ടർമാരുടെ സംഘടന പറയുന്നു. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, എന്താണ് ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം? നിഷാദ, പാലക്കാട് 9 വയസ്സുകാരി ചികിത്സാ പിഴവിനിരയായി കൈമുറിച്ചു മാറ്റുന്ന സംഭവത്തിൽ ഇന്നലെ DMOയും KGMOയും അടക്കം ഡോക്ടർമാർക്ക് യാതൊരു വിധത്തിലുമുള്ള വീഴ്ചയുണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചു തന്നെയാണ് ഡോക്ടർമാർ ചികിത്സ നൽകിയത് എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ ആവർത്തിച്ചിരുന്നു. KGMO അടക്കം ഇന്നലെ മുതൽ ഡോക്ടർമാരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിനകത്ത് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ 2 ഡോക്ടർമാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് പ്രതിഷേധ കുറിപ്പിറക്കിക്കൊണ്ട് KGMOയെ അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർമാർക്കെതിരായിട്ടുള്ള സസ്പെൻഷൻ നടപടി ഉടനടി പിൻവലിക്കണം. സസ്പെൻഷൻ ഉത്തരവ് ഒരു തരത്തിലും അംഗീകരിക്കില്ല. ആ സസ്പെൻഷൻ പിൻവലിച്ചില്ല എങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി KGMOയെ നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് KGMOയെ പറയുന്നത് പൊതുജന വികാരം മറികടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരെ ബലിയാടാക്കുകയാണ് എന്നുള്ള ഒരു വിമർശനമാണ് KGMOയെ ഉന്നയിക്കുന്നത്. പലതരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, പ്രശ്നങ്ങൾ ആരോഗ്യമേഖല നേരിടുന്നുണ്ട്. അതിനകത്ത് എല്ലാം ഇരകളാകേണ്ടി വരുന്നത് ഡോക്ടർമാരാണ്. അങ്ങനെ ഡോക്ടർമാരെ ഇരകളാക്കിക്കൊണ്ട് സർക്കാർ പൊതുജന വികാരത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി KGMOയെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് KGMOയെ പറയുന്നത് നേരത്തെ നമ്മളിപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഡോക്ടർമാർ ഈ പറയുന്ന പ്രോട്ടോകോൾ പാലിച്ചല്ല ഈ കുട്ടിക്ക് ചികിത്സ നൽകിയത്. അങ്ങനെ പ്രഥമദൃഷ്ട്യാ വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അവർക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് ഉത്തരവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ KGMOയെ പറയുന്നത് സംസ്ഥാനത്ത് അസ്ഥിരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ഇന്ന് വരെ യാതൊരു വിധത്തിലുമുള്ള പ്രോട്ടോകോൾ ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തുക എന്നുള്ള ചോദ്യങ്ങൾ കൂടിയാണ് KGMOയെ ചോദിക്കുന്നത്. എന്തായാലും ഡോക്ടർമാർക്കെതിരായിട്ടുള്ള നടപടിയെ ഒരു തരത്തിലും അംഗീകരിക്കില്ല. അതിനെതിരെ നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയാൽ അതിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്നുള്ള മുന്നറിയിപ്പാണ് KGMOയെ നൽകുന്നത്. ശരി, ഷിജോയാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർമാരുടെ സംഘടനാ നടപടി അംഗീകരിക്കുന്നില്ല.